ഇപ്പം നല്ല അടിപൊളി ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ. എന്താ നിയമം? ഇനി നമ്മൾ പുതിയ വണ്ടി എടുത്താൽ RC ബുക്ക് നമ്മളെ കയ്യിൽ തരത്തില്ല. അപ്പം നമ്മളത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളൊരു പുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിലവിൽ ഫിസിക്കൽ RC, വിർച്വൽ RC രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഫിസിക്കൽ RC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റിൽ വീട്ടിൽ വരുന്നതാണ് ഫിസിക്കൽ RC. വിർച്വൽ RC എന്ന് പറയുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു ആപ്പ് ത്രൂവോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ത്രൂവോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തിനേയും വിർച്വൽ എന്ന് പറയാം. അപ്പോൾ വിർച്വൽ RC എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ RTO കൈ കാണിച്ച് നിർത്തുന്ന സമയത്ത് അവരെ കാണിക്കാനുള്ള നമ്മളുടെ വണ്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഈ വിർച്വൽ RC കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ഇതുവരെ ഭാവിയിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷേ ഇതുവരെ നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ വിർച്വൽ RC യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ RC ബുക്ക് കളഞ്ഞു പോയാൽ അതിന് ബദലായിട്ട് നമുക്ക് വിർച്വൽ RC യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ലൈസൻസിൻ്റെ കേസും. വിർച്വൽ ലൈസൻസ് ഒരിക്കലും ഒറിജിനൽ ലൈസൻസ് അല്ല. ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.